ഈ പി സി ഇബ്രാഹിം ഹാജി ട്രഷറർ ഭയങ്കര കള്ളനാണ്. വയനാടുകാരൻ, കമ്പളക്കാടുകാരൻ. എത്ര കേസ്, 25ഓളം കേസ് ഇപ്പം സമസ്തയിൽ വന്ന് കിടക്കുന്നുണ്ട്. എത്ര കേസ് പാണക്കാട് തങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് അറിയാം. ആരും അയാൾക്കെതിരെ ഒന്നും മിണ്ടുന്നില്ല. എന്താ പറഞ്ഞാൽ താലി ഫൗണ്ടേഷനും ഫണ്ടിറക്കിയ അയാളാണ് ബിനാമി. ഇപ്പം ഇതിനും അയാൾ തന്നെ. എത്ര കേസ്. ഇപ്പം അടുത്തൊരു 6 മാസം മുന്നേ ഒരു പാവപ്പെട്ട ഒരു ഉസ്താദിൻ്റെ അടുത്ത് സ്ഥലം വാങ്ങിയിട്ട് പിന്നെ ആളുടെ സ്ഥലം 40 ലക്ഷത്തിന് കച്ചവടാക്കി. പാവ ഇയാൾ SMFലും സമസ്തേൻ്റെ ഓരോ ഭാരവാഹിയായിട്ടുള്ളതുകൊണ്ട് അയാളെ വിശ്വസിച്ച് സ്ഥലം ആളുടെ പേരിലേക്ക് മാറ്റി കൊടുത്ത്. ആളുകളെ വിശ്വസിപ്പിച്ചിട്ട് കയ്യിലെടുത്തിട്ട് ചതിക്കലാണല്ലോ ഇയാളവിടെ. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞ് 30 ലക്ഷം തരൂ. ഉസ്താദിൻ്റെ വൈഫും കൂടി ഇയാളെ വീട്ടിൽ പോയി ഒച്ച ഉണ്ടാക്കിയപ്പോൾ ഉസ്താദിനെ ഇയാളെ മോനും കൂടി ചവിട്ടിയിട്ട് കാലിൻ്റെ മുട്ട് സർജറി കഴിഞ്ഞ് ചവിട്ടി വീണപ്പം മുട്ട് പൊട്ടി. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ അവിടെ ഈ പി സി ഇബ്രാഹിം പോയിട്ട് കേസാക്കരുത്, ഞാൻ പൈസ ഫുള്ള് തരാമെന്നൊക്കെ പറഞ്ഞ് അയാളെ ആശ്വസിപ്പിച്ച് അയാൾ അതും വിശ്വസിച്ച് പോവും. അങ്ങനെ ലാസ്റ്റ് അത് കേസ് പിന്നെ അവിടെ കമ്പളക്കാട് അമ്മദാജിക്ക ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, വയനാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് അമ്മദാജിക്കാൻ്റെ അടുത്ത് കേസ് പോയപ്പം അമ്മദാജിക്ക എന്നെക്കൊണ്ട് ഇടപെടാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. സമസ്തേൻ്റെ മുസ്ലിം ലീഗിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി പിന്നെ എന്തായിരുന്നു മൂപ്പറ പേര്, വേറൊരു ആളുടെ പേരുണ്ട്, മൊയ്തീൻ കുട്ടി. മൂപ്പറ അടുത്ത് പോയപ്പോൾ അവരും തള്ളി. പിന്നെ ഈ ഒരു കേസ് നമ്മുടെ ഹംസ ഉസ്താദിൻ്റെ അടുത്ത്, സംസ്ഥ മുഷാവർ അംഗമാണ് ഹംസ ഉസ്താദിൻ്റെ അടുത്ത് ഈ കേസ് പോയപ്പോൾ ഹംസ ഉസ്താദ് ആദ്യം നോക്കാമെന്ന് പറഞ്ഞു, പിന്നെ മൂപ്പറും ഒഴിഞ്ഞു മാറി. അങ്ങനെ ഒരുപാട് ആളുകൾ ഇടപെട്ടിട്ട് ഒന്നും നടക്കാണ്ടായപ്പോൾ ലാസ്റ്റ് ജനതാദളിൻ്റെ ഒരു ഷൈജൽ എന്ന് പറയുന്ന ഒരുത്തനാണ് ഇത് ഏറ്റെടുത്തത്. എന്നാൽ എൻ്റെ കൂട്ടുകാരുണ്ട് അവിടെ കമ്പളക്കാട്, അവർ പറഞ്ഞതാണ്. അങ്ങനെ ആ ഒരു കേസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. പത്രസമ്മേളനം വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പി സി ഇബ്രാഹിക്കെതിരെ. ഇതൊക്കെ കേസുകൾ സമസ്തയിൽ ഒരുപാട് കേസുകളൊന്നും ആർക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഇയാൾ പൈസ കൊടുത്ത് ഒതുക്കുക. അങ്ങനത്തെ കള്ളനെയാണ് കൂട്ടുപിടിച്ചിട്ട് ഇതെല്ലാം ചെയ്യുന്നു. ഈ പി സി ഇബ്രാഹിം ഹാജി 80 ലക്ഷം വാങ്ങിയിട്ട് ഒരാളെ പറ്റിച്ചിട്ട്, കൂട്ട് ബിസിനസ് എന്ന് പറഞ്ഞ് 80 ലക്ഷം വാങ്ങിയിട്ട് പറ്റിച്ച് ലാസ്റ്റ് പ്രശ്നമായി, പൈസ കൊടുക്കുന്നില്ല അവന് പ്രശ്നമായപ്പം ആള് വൈഫിനെയും കൂട്ടി ഇയാളെ വീട്ടിൻ്റെ മുന്നിൽ പെട്രോളും വാങ്ങിയിട്ട് ഇയാളെ വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ കയറിയിട്ട് പെട്രോൾ ഒഴിച്ച് നമ്മൾ ആത്മഹത്യ എന്ന് പറഞ്ഞ് അങ്ങനെ നാട്ടുകാർ ഇടപെട്ടിട്ട് 80 ലക്ഷത്തിൻ്റെ ചെക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ട് ഒരു കേസിൽ. അത് ഭയങ്കര വിഷയമായിട്ടുണ്ടായിരുന്നു നാട്ടുകാർ മൊത്തം.